ഓക്കെ ഹലോ ഗൈസ് വെൽക്കം ടു LCFX. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രെൻഡ് റിവേഴ്സൽ ഓർ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ്. എങ്ങനെയാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എപ്പോഴാണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്നത് എന്നൊക്കെയാണ്. നമ്മൾ പഠിച്ചു, വേവ് തിയറി പഠിച്ചു, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് പഠിച്ചു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പഠിച്ചു. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എങ്ങനെയാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവുന്നത്. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കലെ നമ്മൾക്ക് ഒരു ബെയറിഷ് ട്രെൻഡ് എപ്പോഴാണ് തുടങ്ങുന്നത്, അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് നമ്മൾക്ക് ഈ ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വരച്ച് എക്സാമ്പിൾ കാണിക്കാം, എന്നിട്ട് നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഒരു ലോ, അവിടെ നിന്ന് ഒരു ഹൈ, ഒരു സിങ് ഹൈ ഉണ്ടാക്കും, പിന്നെ ഒരു സിങ് ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ചെയ്യും. അപ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുക്കാം. ഇത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ബോസ് എന്നാണ് പറയുക, BOS. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വിളിക്കുക. ഓക്കെ, എന്താ പറയാതെ. ഓക്കെ, വന്നു. ദെൻ മാർക്കറ്റ് പിന്നെയും ഒരു സിങ് ലോ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ സിങ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മറ്റൊരു സിങ് ഹൈ ഉണ്ടാക്കി, ദെൻ ഒരു സിങ് ലോ, ദെൻ ഒരു സിങ് ഹൈ. മാർക്കറ്റ് ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സഡൻലി മാർക്കറ്റ് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന സിങ് ലോനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്. അപ്പോൾ താഴത്തേക്ക് ചോച്ച്, ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടാക്കി. BOS ഇതൊരു ബ്രേക്ക് ആയിരുന്നു. അതായത് മാർക്കറ്റ് വിടുന്നു. കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത BOS ഇതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു BOS ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് റീടെസ്റ്റ് വരുന്ന ഒരു മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും എന്താണ് എക്സ്പെക്ട് ചെയ്യുക, മാർക്കറ്റ് ഇവിടെ നിന്ന് റീടെസ്റ്റ് തന്നിട്ട് പിന്നെയും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാതെ മാർക്കറ്റ് ഈ ഒരു ലോനെ, അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ, ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത്, മാർക്കറ്റ് ഇങ്ങനെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റ് ആ ഒരു സപ്പോർട്ടോ ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വന്നിട്ട്, ഓക്കെ, മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോവാതെ ആ ഒരു സിങ് ലോനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ട്രെൻഡ് ഷിഫ്റ്റ് ആയി, അതായത് ബുള്ളിഷ് ട്രെൻഡിൽ നിന്ന് ബെയറിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് ആയി എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് ബുള്ളിഷിൽ നിന്ന് ബെയറിഷിലേക്ക് പോയി. ഓക്കെ, നമുക്കറിയാം ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വേവ് ആയിരുന്നു, ബുള്ളിഷ് സ്ട്രക്ചർ എന്നാണ് നമുക്കറിയാം. ഓക്കെ, ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു സിങ് ലോനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് താഴേക്കുള്ള ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ബെയറിഷ് BOS. സിസ്റ്റം നല്ല സ്ലോ ആയതുകൊണ്ട് വേർഡൊക്കെ നല്ല സ്ലോ ആയിട്ടാണ് വരുന്നത്. ദെൻ അവിടെ ഒരു ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് പിന്നെയും ഇതിലോട്ട് റീടെസ്റ്റ് വരും. ദെൻ ഈ ഒരു മുകളിലത്തെ ആ ഒരു ഹൈനെ, അതായത് ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ മാർക്കറ്റ് ബുള്ളിഷ് ആവും. ഓക്കെ, ഇനി അതല്ല, ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പിന്നെ ഒരു BOS ക്രിയേറ്റ് ചെയ്താൽ, പിന്നെ ഒരു BOS ക്രിയേറ്റ് ചെയ്ത് ദെൻ അതിനെ നമ്മൾ സെയിം ആണ് പറയുന്നത്, എന്താണ്, ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. അപ്പോൾ അങ്ങനെയാണ് ഈ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൽ നിന്ന് ഒരു ബെയറിഷ് സ്ട്രക്ചറിലേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതായത് ബുള്ളിഷ് നിന്ന് ബെയറിഷ്. ഓക്കെ, ദെൻ ഇനി ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ, അതായത് ഈ ഒരു സിങ് ഹൈ,
ഇതൊരു സിംഗ് ലോ, ഇതൊരു സിംഗ് ഹൈ. അപ്പോൾ ഈ ഒരു സിംഗ് ഹൈനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനിയൊരു ട്രെൻഡ് റിവേഴ്സൽ, അതായത് ഒരു അപ്പ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇനി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് റീടെസ്റ്റ് വരും. ഓക്കെ, ദെൻ അഗെയിൻ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ട്രെൻഡ് കൺഫർമേഷൻ ആയി. ഇത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്, അത് ഫസ്റ്റ് ബ്രേക്ക് സ്ട്രക്ചറിനെ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അഥവാ ചോച്ച് എന്ന് പറയും. ദെൻ ഈ ഒരു അത് കഴിഞ്ഞിട്ട് വരുന്ന BOS, ബുള്ളിഷ് ബ്രേക്ക് സ്ട്രക്ചർ, അപ്പോഴാണ് ട്രെൻഡ് ഒന്നും കൂടി നമുക്ക് കൺഫർമേഷൻ ആവുന്നത്. ഓക്കെ, അതായത് എക്സ്ട്രാ ഒരു കൺഫ്ലുവൻസസും കാര്യങ്ങളും എന്നൊക്കെ പറയും. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടന്ന് മാർക്കറ്റിൽ റീടെസ്റ്റ് വന്ന് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ദെൻ അഗെയിൻ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ട്രെൻഡ് കൺഫർമേഷൻ ആയി എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു, അതായത് ഇവിടുന്ന് ഒരു സെല്ല് ആദ്യം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി, ദെൻ ഒരു ബ്രേക്ക്, അതായത് ഒരു ബെയറിഷ് ബ്രേക്ക് സ്ട്രക്ചറും കൂടി വന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അതായത് ട്രെൻഡ് റിവേഴ്സലായി എന്നുള്ള കൺഫർമേഷനാണ് രണ്ടാമത്തെ ബ്രേക്ക് സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടം വരെ മനസ്സിലായി, ഇത് ഇവിടെ നിന്ന് ബുള്ളി സ്ട്രക്ചറും ഇതൊരു ബെയറിഷ് സ്ട്രക്ചറുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റിൽ ചോയ്സ് അഥവാ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ട്രെൻഡ് റിവേഴ്സലൊക്കെ നടക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള സിംഗ് ലോ അല്ലെങ്കിൽ സിംഗ് ഹൈ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു സിംഗ് ലോ ആണ്, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രീവിയസ് ആയിട്ടുള്ള സിംഗ് ലോ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് ബെയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ദെൻ ഇത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു സിംഗ് ഹൈ ആയിരുന്നു, അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്തിട്ട് ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. അപ്പോൾ ഇനി ഇത് നമുക്ക് മാർക്കറ്റിൽ, അതായത് ലൈവ് ചാർട്ടിൽ പോയി ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നല്ല ക്ലിയർ കട്ടായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടണമെന്നില്ല. അതൊക്കെ നമ്മൾ പതുക്കെ നമ്മളിങ്ങനെ മാർക്കറ്റിനോട് എന്താ പറയുക, മാർക്കറ്റിൽ ഇങ്ങനെ കുറേ നോക്കി ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഈസി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴെ നിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇതൊരു സിംഗ് ഹൈ ആണ്, ഇതൊരു സിംഗ് ലോ, ദെൻ ഇതൊരു സിംഗ് ലോ, സിംഗ് ഹൈ, സിംഗ് ലോ, സിംഗ് ഹൈ, സിംഗ് ലോ, സിംഗ് ഹൈ. ഓക്കെ, പിന്നെ ഇത് ഇവിടെ സിംഗ് ഹൈ, സിംഗ് ലോ, സിംഗ് ഹൈ, സിംഗ് ലോ. ഓക്കെ, താഴെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ട് ചോച്ച് കിട്ടി. ദെൻ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പോൾ ഇവിടെയാണ് ആക്ച്വൽ ബ്രേക്ക് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു മൊമെൻറ്റിൽ ബ്രേക്ക് സംഭവിച്ചു ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വന്നു. ദെൻ ഇവിടെ ഒരു ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, അതാണ് BOS, ബുള്ളിഷ് BOS. അപ്പോൾ ഒരു ബോസ് സംഭവിച്ചു, ദെൻ അതിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് വന്നു. ഓക്കെ, ഇതാണ് റീടെസ്റ്റിൻ്റെ റീടെസ്റ്റ് വന്നു. ഓക്കെ, ദെൻ സിംഗ് ഹൈ, സിംഗ് ലോ, ദെൻ ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ട്. അപ്പോൾ സിംഗ് ഹൈ, ഇതൊരു സിംഗ് ഹൈ ആണ്, ഇതൊരു സിംഗ് ലോ, ദെൻ അഗെയിൻ ഇവിടെ ഒരു സിംഗ് ഹൈ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, ഇതൊരു സിംഗ് ലോ. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്, ഇതും ഒരു ബ്രേക്ക് സ്ട്രക്ചറാണ്. നമ്മൾക്കിങ്ങനെ ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊരു സിംഗ് ലോ, ഇതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് ലോ ആയിട്ട് എടുക്കാം. ഇത് ഹൈ, ഓക്കെ. അപ്പോൾ ഫൈനൽ നമ്മുടെ ചോച്ച് ഇവിടെ നിന്നാണ് നമുക്ക് ചോച്ച് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബെയറിഷ് ചോച്ച് ഇവിടെ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ മാർക്കറ്റ് താഴേക്ക് പോയി. ഈ ഒരു ചോച്ച് സംഭവിച്ചിട്ട് ഇതിലേക്ക് റീടെസ്റ്റ് വരും. ചില സമയത്ത് ഇതിലേക്ക് റീടെസ്റ്റ് വരും, ചില സമയത്ത് ഇതിലേക്ക് റീടെസ്റ്റ് വരില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു BOS എവിടെ നിന്നാണ് നല്ല വാലിഡ് ആയിട്ടുള്ള BOS ക്രിയേറ്റ് ആവുന്നത്, അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കുക. ദെൻ മാർക്കറ്റ് ഇത്രയും ഒരു ബിഗ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. ദെൻ ഇവിടെ നിന്നാണ് നെക്സ്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഒരു ഹൈ ടു ലോ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതൊരു അത്യാവശ്യം ഒരു സിംഗ് ഹൈ ആൻഡ് ലോ ആണ്. ഓക്കെ, നമുക്ക് ഒരു നല്ലൊരു സിംഗ് ഹൈ ആൻഡ് ലോ ഒരു ബ്രേക്ക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻട്രിയും കാര്യങ്ങളും അവിടെ നമുക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത സിംഗ് ഹൈ ലോ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു ബെയറിഷ് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒക്കെ BOS, ഇതൊക്കെ BOS ആണ്. ആദ്യം ഉണ്ടാവുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ദെൻ ഉണ്ടാവുന്നത് BOS. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ട്രെൻഡ് ഷിഫ്റ്റ്, ഇവിടുന്ന് ട്രെൻഡ് ഷിഫ്റ്റ് ആയി. അപ്പോൾ മാർക്കറ്റിന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ദെൻ ഒരു ബി ഒ എസ്, ദെൻ ഒരു ബി ഒ എസ്, ദെൻ ഒരു ബി ഒ എസ്, ദെൻ ഒരു ബി ഒ എസ്. പിന്നെ ഈ ഒരു സിംഗ് ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ബെയറിഷ് ചോദിച്ചിട്ടുണ്ടായി. പിന്നെ അവിടെ നമ്മൾ മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ അഥവാ മാർക്കറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എങ്ങനെയാണ് മാർക്കറ്റിൽ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മളൊരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ബെയറിഷ് ട്രെൻഡും, അത് സിംഗ് ഹൈ ആണ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ്, അതായത് ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള ഇത് സിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ബുള്ളിഷ് സ്ട്രക്ചർ ഓപ്പണായി. ഇത് അതുപോലെ ഇവിടെ ഒരു സിംഗ് ലോ, അതായത് റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഒരു സിംഗ് ലോനെ ബ്രേക്ക് ചെയ്തിട്ട് ബെയറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.